ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നോമ്പിന്റെ പരിശുദ്ധമായ ദിനങ്ങളിലൂടെ നാം തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും അനുസ്മരണം നമ്മുടെ ആത്മാക്കളിലേക്ക് കൃപയുടെ നീർച്ചാലുകൾ ഒഴുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം 2 കുഷ്ഠരോഗികളെ പരിചയപ്പെടുകയാണ്. പഴയ നിയമത്തില് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം ആരംഭത്തിൽ ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ മറ്റൊരു കുഷ്ഠരോഗിയുടെ സൗഖ്യത്തെയും വിവരിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ കുഷ്ഠരോഗി ഇസ്രായേലിന്റെ ശത്രുവായ സിറിയ രാജാവിന്റെ സർവ്വസൈന്യാധിപനായ നാമാനാണ്. സിറിയ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അടിമയായി പിടിച്ചുകൊണ്ടുപോന്ന ഒരു ഇസ്രായേൽക്കാരി പെൺകുട്ടി നാമാന്റെ ഭവനത്തിലുണ്ടായിരുന്നു. അവൾ തൻ്റെ യജമാനന്റെ ഭാര്യയോട് പറയുകയാണ്, എൻ്റെ യജമാനൻ ഇസ്രായേലിലായിരുന്നെങ്കിൽ അവൻ്റെ രോഗം സൗഖ്യമാകുമായിരുന്നു. കാരണം അവിടെ ഒരു വലിയ പ്രവാചകനുണ്ട്. കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ പ്രവാചകനെയാണ് അവൾ പരിചയപ്പെടുത്തുന്നത്. അവൾ പറഞ്ഞതനുസരിച്ച് നാമാൻ ഇസ്രായേലിൽ ചെന്ന് ഏലിയ പ്രവാചകനെ കാണുന്നു. ആദ്യം പ്രവാചകൻ പറഞ്ഞ പരിഹാരകർമ്മം ചെയ്യാൻ വിസമ്മതിച്ചെങ്കിലും സ്വന്തം ഭൃത്യന്മാരുടെ വിനയത്തോടെയുള്ള നിർദ്ദേശമനുസരിച്ച് ജോർദാനിൽ പോയി 7 തവണ മുങ്ങിക്കുളിച്ച് കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനാകുന്നതായി നാം വായിക്കുന്നുണ്ട്. തനിക്ക് രോഗസൗഖ്യം ലഭിച്ച വിവരം അറിഞ്ഞ് നാമാൻ തിരിച്ചു വന്ന് ഏലിയ പ്രവാചകനോട് നന്ദി പറയുകയാണ്. തുടർന്ന് വരുന്ന സംഭവം നാമാന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. നാമാൻ പറയുകയാണ്, ഭൂമിയിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല. അത് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വിജാതിയന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഇവിടെ രോഗസൗഖ്യം ലഭിച്ചതിന് ശേഷമാണ് ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നതായി നാം കാണുക. തുടർന്ന് നമ്മൾ പുതിയ നിയമത്തിലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ കുഷ്ഠരോഗിയിലേക്ക് വരുമ്പോൾ, ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടും ഒപ്പം യാത്ര ചെയ്തിരുന്ന യേശുവിൻ്റെ മുൻപിലേക്കാണ് കുഷ്ഠരോഗി വന്ന്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്. അവിടുന്ന് അവന്റെ മേൽ കൈകൾ വെച്ച് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. അവന്റെ വിശ്വാസത്തോടെയുള്ള കർത്താവിന്റെ മുൻപിലെ സമ്പൂർണ്ണ സമർപ്പണം അവനെ ഉടനടി സൗഖ്യത്തിലേക്ക് നയിക്കുന്നതായി നാം അവിടെ വായിക്കുന്നു. ഈ 2 സംഭവങ്ങളും നമ്മുടെ ദൈവത്തോടുള്ള മനോഭാവത്തിന്റെ വ്യത്യസ്ത തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നാം ഈ 2 സംഭവങ്ങളും അനുസ്മരിക്കുമ്പോൾ, ഒന്ന് അത്ഭുതം കണ്ടതിന് ശേഷമുള്ള ദൈവമഹത്വം പ്രകീർത്തിക്കലാണ്. മറ്റൊന്ന് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്തോടെയുള്ള സമർപ്പണവും നന്ദിയും. തുടർന്നാണ് അവൻ ദൈവമഹത്വം ദർശിക്കുന്നത്. ഈ നോമ്പുകാലം നമ്മുടെ മനോഭാവങ്ങളെ ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ.